നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വയറിംഗ് വർക്ക് ഓഫ് സ്മോൾ ഹൗസ് ഈസ് ടു ബി അവാർഡഡ് ടു. ചെറിയ വീടിൻ്റെ വയറിംഗ് ജോലികൾ ആരെയാണ് ഏൽപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ പണിയെടുക്കുന്ന വയർമാൻ ആയിരിക്കാം, സൂപ്പർവൈസർ അത് സൂപ്പർവൈസ് ചെയ്തിരിക്കാം. പക്ഷേ ഒഫീഷ്യലി ഒരു നിയമപരമായി ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്കാണ് ഒരു വയറിംഗ് വർക്ക് എടുക്കാനുള്ള അധികാരം. പുള്ളിയുടെ അണ്ടറിൽ വയർമാന്മാരുണ്ടാവാം, അവരായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ഇനി കോൺട്രാക്ടർ എന്ന് പറഞ്ഞ ഉത്തരം ശരിയാവില്ല, സിവിൽ കോൺട്രാക്ടർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ് ഇതിന് ഏറ്റവും കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇപ്പോൾ ഒരു സി ക്ലാസ് കോൺട്രാക്ടർ ഈസ് അതോറൈസ്ഡ് ടു ഡു ദ വർക്ക് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ അപ് ടു ഡാഷ് കിലോ വാട്ട്. സി ക്ലാസ് കോൺട്രാക്ടർക്ക് എത്ര കിലോ വാട്ട് വരെയുള്ള പ്രതിഷ്ഠാപനങ്ങളുടെ ജോലികൾ ചെയ്യാനാണ് അല്ലെങ്കിൽ ഏറ്റെടുക്കാനുള്ള അനുവാദം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സി ക്ലാസ് കോൺട്രാക്ടറിൽ ശരിക്കും പറഞ്ഞാൽ 10 കിലോ വാട്ട് വരെ ശേഷിയുള്ള 10 kVA സിംഗിൾ ഫേസ് ജനറേറ്റർ ഉൾപ്പെടെയുള്ള ഒരു വർക്കിൻ്റെ വർക്ക് ചെയ്യാനുള്ള അനുവാദമാണ് ഉള്ളത്. അത്തരമുള്ള പ്രതിഷ്ഠാപനങ്ങളുടെ വൈദ്യുതീകരണ ജോലികൾ ചെയ്യാനുള്ള അനുവാദമുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ബി ക്ലാസ് കോൺട്രാക്ടർ ഉണ്ടാവും, പിന്നെ എ ക്ലാസ് കോൺട്രാക്ടർ. ബി ക്ലാസ്സിന് 250 വരെയുള്ള ഇതിനാണ് അനുവാദമുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എ ക്ലാസ്സാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ സിനിമ മേഖലയിൽ ബന്ധപ്പെട്ടവർക്ക് ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് ഫോർ സിനിമ ഓപ്പറേറ്റർ, അതിൽ നിന്ന് ഓപ്പറേറ്റർ ലൈസൻസ് വേറെ എടുക്കണം. അടുത്ത ചോദ്യം, സി ക്ലാസ് കോൺട്രാക്ടർ ക്യാൻ രജിസ്റ്റർ ഡാഷ് നമ്പർ ഓഫ് അപ്രൻറ്റീസ് ഇൻ ഈച്ച് ഇയർ. സി ക്ലാസ് കോൺട്രാക്ടർക്ക് ഓരോ വർഷം എത്ര അപ്രൻറ്റീസുമാരെ കീഴിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിൻ്റെ അണ്ടറിൽ അപ്രൻറ്റീസിനെ രജിസ്ട്രേഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അവിടുത്തെ അതാത് ജില്ലകളിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വഴിയാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, അപ്പോൾ അതുവഴിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ പുള്ളിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഗസറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. SSLCയുടെ അല്ലെങ്കിൽ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ്റെ കോപ്പികളും അതിൻ്റെ കൂട്ടത്തിൽ വേണം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ മുമ്പാകെ വന്ന് കോൺട്രാക്ടറും ഇവരും കൂടി ആരാണോ അപ്രൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആ ഒരാളും കോൺട്രാക്ടറും കൂടി വന്ന് ഇവർക്ക് മുമ്പാകെ ഡിക്ലറേഷൻ സൈൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു നിബന്ധന പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്പർ ഓഫ് വയർമാൻ അപ്രൻറ്റീസ് ഷാൽ നോട്ട് എക്സീഡ് ദ നമ്പർ ഓഫ് വയർമാൻ ഹോൾഡിംഗ് വാലിഡ് വയർമാൻ പെർമിറ്റ് എംപ്ലോയിഡ് ബൈ ദ കോൺട്രാക്ടർ. അതായത് കോൺട്രാക്ടർ അണ്ടറിൽ എത്ര വയർമാന്മാരുണ്ടോ അതിനപ്പുറം ഉള്ള, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 25 കിലോ വാട്ട് ബി ക്ലാസ് കോൺട്രാക്ടറിൻ്റെ അണ്ടറിൽ 2 വയർമാന്മാരായിരിക്കും നിർബന്ധമായിട്ടും വേണ്ടത്. അപ്പോൾ 2 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നുള്ള പക്ഷം 2 അപ്രൻറ്റീസിനെയും കൂടി നമുക്ക് കൂടെ ആഡ് ചെയ്യാം. 3 അപ്രൻറ്റീസിനെ ആഡ് ചെയ്യാനുള്ള അനുവാദമില്ല. നേരെ മറിച്ച് അയാൾ ഒരു 5-6 പേരെ, ഒരു സൂപ്പർവൈസർ അണ്ടറിൽ 10 പേരെ വരെ നമുക്ക് വയർമാന്മാരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. വാലിഡ് പെർമിറ്റുള്ള വയർമാന്മാരെ 10 പേരെ വരെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ 10 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 അപ്രൻറ്റീസിനെയും കൂട്ടാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു നമ്മുടെ സി ക്ലാസ് കോൺട്രാക്ടറിൻ്റെ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സി ക്ലാസ് കോൺട്രാക്ടറുടെ ഇതിൽ ചിലപ്പോൾ പുള്ളി തന്നെയാണല്ലോ വയർമാൻ. സി ക്ലാസ് കോൺട്രാക്ടർ ആവുന്ന എപ്പോഴാണ് 3 വർഷം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 വർഷം എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താണ് വയർമാൻ പെർമിറ്റുള്ള ഒരാൾ സി ക്ലാസ് കോൺട്രാക്ടർ ആവുന്നത്. അയാളുടെ അണ്ടറിൽ പിന്നെ വേറെ പെർമിറ്റുള്ള വയർമാന്മാർ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അയാൾ ഒരു 2 വയർമാന്മാരെ വരെ പുള്ളിക്ക് അപ്രൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ 2 വയർമാന്മാരാണ് ഈ സി ക്ലാസ് കോൺട്രാക്ടർ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഇതിൽ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ അകത്ത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ദോസ് ഹു ഹാവ് അണ്ടർഗോൺ 1 ഇയർ അപ്രൻറ്റിഷിപ്പ് ആഫ്റ്റർ രജിസ്ട്രേഷൻ. ഇതേപോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് 1 ഇയർ അപ്രൻറ്റിഷിപ്പ് ഇലക്ട്രിക്കൽ വയർമാൻ അപ്രൻറ്റിഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇലക്ട്രിക്കൽ വയർമാൻ റിട്ടൺ എക്സാമിനേഷനിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ക്വാളിഫിക്കേഷനാണ് ഇതിൽ നിന്ന് ഒരാൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഒരു സാധാരണ ഒരാൾ വയറിംഗ് ഒക്കെ ചെയ്ത് നടക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, നിങ്ങൾ ജസ്റ്റ് SSLC പാസോ ഫെയിലോ അതൊരു വിഷയമല്ല. നിങ്ങൾ SSLC വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതല്ലെങ്കിൽ തത്തുല്യമായ ഒരു
ഇതുവരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോൺട്രാക്ട് അണ്ടറിൽ വയർമാൻ അപ്രൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്യുകയും 1 വർഷം അത് പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ വയർമാൻ റിട്ടൺ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് വയർമാൻ ലൈസൻസ് കരസ്ഥമാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ട്. ഒരു കാര്യം കൂടി ഇതിനകത്ത് നോക്കാം. ഇൻ കേരള വയർമാൻ പെർമിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ കേരളത്തിൽ വയർമാൻ പെർമിറ്റ് ഇൻ കേരള വയർമാൻ പെർമിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡാണ് ഈ പറഞ്ഞ വയർമാൻ ലൈസൻസ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ KCB KCLB എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചത്. KCBയും KCLB എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ്, ഇപ്പം പറഞ്ഞ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡിനെ ഷോർട്ട് ഫോം ആക്കിയിട്ട് KCLB എന്ന് വിളിക്കും. അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം. അപ്പോൾ കേരളത്തിൽ ലൈസൻസ് റെഗുലേഷൻ 29 നിഷ്കർഷിക്കുന്ന പ്രകാരം പെർമിറ്റ്, ലൈസൻസ് എന്നിവ നൽകുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ് എന്ന സ്ഥാപനമാണ്. അപ്പോൾ വയർമാൻ പെർമിറ്റ് ഉണ്ടാവും, അതിൽ നിന്ന് വർക്കർ പെർമിറ്റ് ഉണ്ടാവും, സൂപ്പർവൈസർ പെർമിറ്റ്, ഇതിങ്ങനെ 3 രീതിക്കാണ് തരാറുള്ളത്. സൂപ്പർവൈസർ പെർമിറ്റ് ക്ലാസ് A ഉണ്ട്, B ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണവർക്കൊക്കെ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്ന KCBL കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ് LB ലൈസൻസിങ് ബോർഡ്. അപ്പോൾ പെർമിറ്റുകൾ പറയുന്ന വയറിംഗ് ജോലി ചെയ്യുന്നവർക്ക് അറിയാവുന്ന വയർമാൻ പെർമിറ്റാണ്. നേരിട്ട് വൈദ്യുതി ചെയ്യാൻ അപ്പോഴും സാധിക്കില്ല, കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കോൺട്രാക്ടറുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് സൂപ്പർവൈസറുടെ മേൽനോട്ടത്തിലാണ് പുള്ളി ജോലി ചെയ്യേണ്ടത്. വർക്കർ പെർമിറ്റ് വന്നത് KCB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. ഇത് രണ്ടും കൂടി കൺഫ്യൂഷൻ ആവാണ്ടിരിക്കുക. അവരായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഏറ്റെടുത്ത് ചെയ്യാൻ കോൺട്രാക്ടറുടെ കീഴിൽ വർക്കറായി രജിസ്റ്റർ ചെയ്യുന്ന ആണ് ഈ വർക്കർ പെർമിറ്റ് വരുന്നത്. പിന്നെ സൂപ്പർവൈസർ പെർമിറ്റ് ക്ലാസ് A ക്ലാസ് B എന്നൊക്കെ പറഞ്ഞ വൈദ്യുതി ജോലികളുടെ മേൽനോട്ടത്തിനാണ് സൂപ്പർവൈസറുടെ ചുമതല. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിൽ പരിചയം എന്നിവയൊക്കെ അനുസരിച്ചാണ് A ക്ലാസ് B ക്ലാസ് ആയിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം. സൂപ്പർവൈസർ പെർമിറ്റ് ഉള്ള ആൾക്കും നേരിട്ട് ജോലി എടുത്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് കോൺട്രാക്ട് ലൈസൻസ് ഉള്ളവർക്കാണ് ചെയ്യാൻ പറ്റും. അപ്പോൾ C ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് ഉള്ളവർക്ക് 10 kW വരെ ഉള്ളതും, B ക്ലാസ് ഉള്ളവർക്ക് 250 വരെയുള്ള, അതും 25, 50, 150, 250 അങ്ങനെ 4 വിഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ A ക്ലാസ് ഉണ്ട്, A ക്ലാസ് 500, പിന്നെ OST EST അങ്ങനെ പോകും.